കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ എടുക്കരുത് ഗൈസ്. ക്ലാപ്പ് ഇല്ലേ? തോന്നില്ലേ ഇത് അലക്കാൻ ഇടുമ്പോഴേ ഒരു സന്ദേഹം ഇരുந்துச்சு. ഹായ് ഗായ്സ്, വെൽക്കം ടു ബേട്ടി വ്ളോഗ്സ്. ടൈം ഇപ്പോൾ 4:30 ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കറക്റ്റ് അലാറം വെച്ച് ഞാൻ എണീറ്റു. എൻ്റെ ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ് ഇന്ന് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു DIY ടേബിൾ കാണിക്കാം. ഇതാണ് ഇപ്പോൾ എനിക്ക് സെറ്റ് ചെയ്തേക്കുന്ന ടേബിള്. ഇതൊരു തുരുമ്പ് പിടിച്ച ടേബിളായിരുന്നു, മുകളിൽ കിടന്നതാണ്. അത് ഞാനും പ്രഭുവും ഇവിടെ ടേബിളിൽ അതിർത്തി തർക്കം കാരണം അത് രൂക്ഷമായപ്പോൾ എനിക്കിത് പെയിൻ്റ് അടിച്ച് തന്നതാണ്. അപ്പോൾ ഈ തുരുമ്പ് പിടിച്ച ടേബിൾ എങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ മറ്റേ തുരുമ്പ് വരയ്ക്കുന്ന സാൻഡ് പേപ്പറോ അതൊക്കെ വെച്ച് നമ്മൾ ഉരച്ച് അതിലേക്ക് സ്പ്രേ പെയിൻറ്റ്, ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ്റ് വാങ്ങി അടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴഞ്ചൻ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്താൽ ഉണ്ടല്ലോ, ഇത് എങ്ങനെയിരുന്ന സാധനം നമുക്ക് തിരിച്ചറിയില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ടേബിൾ കാണിച്ച സ്ഥിതിക്ക് എൻ്റെ ഡെസ്ക് ടൂർ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ടേബിൾ. ഇവിടെ നമ്മൾ ലാപ്ടോപ്പിൽ പണിയെടുക്കാം, പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് ഇരുന്നാൽ ഇവിടെ ഇരുന്ന് എഴുതുകയൊക്കെ ചെയ്യാം. ഇതെൻ്റെ സ്ഥിരം ബുക്ക്, ഇതുവരെ പേജ് തീരാത്തൊരു ബുക്കാണിത്. അതൊക്കെ ഞാൻ ഈ ടേബിളിൽ ഇങ്ങനെ വെക്കും എസ്തെറ്റിക്സിന്. അടുത്തത് താഴത്തെ തട്ടാണ്. ഇവിടെ ഇത് ഇങ്ങനെയല്ല ഇരുന്നത്, ഇത് ഈ കുതിരയുടെ കൂടെയാണ് ഇങ്ങനെ എസ്തെറ്റിക്കായിട്ട് വെക്കുന്നത്. പിന്നെ ഈ ബുക്ക് ഇവിടെ ഇങ്ങനെ വെക്കും. ഈ ഹാർട്ട് ഷേപ്പിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബുഷൊക്കെയാണ്, തലയിടുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഡെസ്ക് ടൂറ്. ഭയങ്കര ചെറിയതാണ്, എന്നാലും എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഉറക്കം അങ്ങോട്ട് റെഡി ആയിട്ടില്ല, അപ്പോൾ ചായ കുടിക്കുന്നത് വരെ കുറച്ച് നേരം ഈ ബുക്ക് വായിക്കാൻ വിചാരിച്ചു. ഇത് വിൻറ്റേജ് മോറിസൻ്റെ ബിലവഡ് എന്ന് പറയുന്നൊരു ബുക്കാണ്. ചില ബുക്കുകൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 3-4 ദിവസം കൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്നാൽ ചിലതുണ്ട് അതങ്ങോട്ട് നീങ്ങില്ല, ഭയങ്കര പാടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ബുക്ക്, ഇത് ഞാൻ തുടങ്ങിയത് ജനുവരിയിൽ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തു 4 ദിവസം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കാരണം എനിക്ക് വേറെ കുറേ പണികളും കാര്യങ്ങളൊക്കെ വന്നു, അങ്ങനെ ലാഗായി. പിന്നെ കുറേ പേര് പറയാറുണ്ട് നമുക്കൊരു ബുക്ക് വായിച്ചിട്ട് ബോറടിച്ച അല്ലെങ്കിൽ ലാഗ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തത് എടുക്കണമെന്ന്. പക്ഷെ ഞാൻ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത് എന്തോ ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റോറിയാണ് ഇതിനെന്ന് തോന്നുന്നു, ഇതിൻ്റെ പ്ലോട്ടൊക്കെ വായിച്ചിട്ട്. അപ്പം ഞാൻ ഇത്ര എത്തിയിട്ടുള്ളൂ, വായിച്ചത് വരെ കൊള്ളാം. ഹായ് ഗൈസ്, ഞാൻ ടെറസിലെത്തി. കുറച്ച് തുണി വിരിക്കാനും എടുക്കാനും ഉണ്ട്, അപ്പോൾ അത് ചെയ്യാം. Allocated into this Aero PAD 100%, and this Away Shanmugi mode on. നമുക്ക് ചെറിയ ഷെയ്ഡ് കാണുന്നുണ്ടാവും, ഒരു പിസ്ത ഗ്രീൻ. കാണുന്നില്ലേ ഇല്ലേ? കണ്ടോ? ഇല്ലേ? തോന്നുന്നില്ലേ? പിസ്ത ഗ്രീൻ പോലെ തോന്നുന്നില്ലേ? എന്നാൽ അത് ആക്കിയതാണ്, വേറെ ആരുമല്ല, എൻ്റെ ഈ ഡ്രസ്സ്. എനിക്കിത് അലക്കാൻ ഇടുമ്പോഴേ ഒരു സന്ദേഹം ഇരുந்துச்சு. യൂഷ്വലി നമ്മളങ്ങനെ ബെഡ്ഷീറ്റും ഡ്രസ്സസും ഒരുമിച്ച് ഇടാറില്ല. ഇതിപ്പോൾ വേറെ ബെഡ്ഷീറ്റ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് വീട്ടിലിടുന്ന ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഇട്ടപ്പോൾ വിചാരിച്ച പോലെ തന്നെ കളർ ഇളകി. പക്ഷേ ഇങ്ങനെ ഇളകുമെന്ന് വിചാരിച്ചില്ല. വൈറ്റ് ബെഡ്ഷീറ്റ് ഫുള്ള് പിസ്ത ഗ്രീനായി. പ്രഭു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ എടുക്കായിരുന്നു കൈ. അപ്പോൾ കുറേ കാലമായിട്ട് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് മടുത്തിരിക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പണ്ടിക്കരിമ്പാറ കളർ ഇളകുന്ന ഡ്രസ്സിട്ട് ഒന്ന് കളറാക്കിയാൽ മതി. ബെഡ്ഷീറ്റ് എന്തായാലും നമുക്ക് റീയൂസ് ചെയ്യാം, കാരണം ഭയങ്കര വൃത്തികേടൊന്നുമില്ല. ഈവനായിട്ട് തന്നെ ഒരു ലൈറ്റ് പിസ്ത ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്, ഇതാണ് തമ്പുടു. ഇത് പ്രഭുവിൻ്റെ ചേച്ചിയുടെ മോളാണ്, പേര് നൈനിക. ഞങ്ങളിങ്ങനെ എല്ലാം വിളിക്കും, തമ്പൂന്ന് വിളിക്കും, തമ്പുരൂന്ന് വിളിക്കും,
ടമ്പുടൂന്ന് വിളിക്കും, ബുംബുടൂന്ന് വിളിക്കും, ബുംബ്രൂന്ന് വിളിക്കും അല്ലേ? നമ്മളെ ഇപ്പൊ കിളിയെ കാണാൻ വന്നതാണ്. അത് അമ്മൂമ്മ ബാക്കി ഇരിപ്പുണ്ട്. അമ്മൂമ്മ ഒരു ഹായ്. നമ്മുടെ വീട്ടിലെ കിളിക്കൂടാണ്. കിളിയെ കണ്ടോ? കിളിയെ കണ്ടോ? ബുംബുടു കിളിയുണ്ട്, അവിടെ കിളിയുണ്ട്. മൊത്തം ഇപ്പോൾ 5 കിളിയാണ് ഉള്ളത്. 3 എണ്ണം ഇതാ ഇവിടെ ഉണ്ട്. കാണുന്നില്ല കളർ. ഇങ്ങോട്ട് വന്ന് കിളി, കിളിയെ വിളിച്ചേ. കിളി കിളി ബുംബ്രു വന്നിട്ടുണ്ട്. അപ്പൊ ഫിഷ് പോണ്ടില് 5 മീനുണ്ട് അല്ലേ? പറഞ്ഞേ, 5 മീനുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന മീനിനെ ഒക്കെ കാണാം. പ്രകൃതി രമണീയായിട്ട് പുറത്തേക്ക് കാഴ്ചകൾ കാണാം. ഇവിടെ റോഡ് സൈഡാണ്. അപ്പോൾ വണ്ടിയൊക്കെ പോകുന്നത് നോക്കിയിരിക്കാം കുറച്ച് നേരം. ബുംബിടു ബുംബ്രു. മാസി എവിടെ? മാസി മാസി ഗൈസ്, ബന്ധം വെച്ച് ഞാൻ അമ്മായിയായിട്ട് വരുമെങ്കിലും എനിക്കത്ര പ്രായമില്ലാത്തതുകൊണ്ടും കുറച്ച് ക്യൂട്ടായി തോന്നാനും ഞാൻ എന്നെ തന്നെ മാസി എന്നാണ് പറഞ്ഞു വിളിപ്പിക്കുന്നത്. അപ്പോൾ ഹിന്ദിയിൽ മാസി എന്ന് വെച്ചാൽ ആൻറ്റി എന്നൊക്കെയാണ്. അപ്പോൾ മാസിന്നാണ് ബുംബ്രു എന്നെ വിളിക്കാൻ പോകുന്നത്. ബുംബ്രുവിന് ക്യാമറയൊക്കെ കണ്ടാൽ ഇങ്ങനെ വേഗം മനസ്സിലാവും. പോസൊക്കെ തരും, ക്യൂട്ട്നെസ് ഇടും, അങ്ങനെയൊക്കെ കാണിക്കും. അപ്പം ഞാൻ വ്ളോഗ് എടുക്കാനായിട്ട് ഇങ്ങനെ പോയപ്പോൾ ഉറങ്ങി കിടക്കുമായിരുന്നു അമ്മൂമ്മയുടെ അടുത്ത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എണീക്കുമ്പോഴേക്കും എൻ്റെ കൊണ്ട് തരണേ, വ്ളോഗ് എടുക്കാനാണ്. പെട്ടെന്ന് ഇങ്ങനെ കണ്ണുറന്നു. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ദാറ്റ് ഈസ് അവർ ബുംബുടു. തമ്പുവിന് അങ്ങനെ വേറെയും പേരുകളുണ്ട് കേട്ടോ. നിക്കി, ചക്കി, ഉക്കി, മക്കി, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ മാസി സ്നേഹത്തോടെ മുടത്തളേന്ന് വിളിക്കും. മുടത്തളേ. അടുത്തത് ബുംബുടു ഇങ്ങനെ പൂവൊക്കെ നോക്കി നടക്കും. ഹായ് ഗായ്സ്, ചേച്ചി വന്നു. ഹായ് ഗായ്സ്. ഹായ് ബുംബുടു. ഹായ് ബുംബുറു. അമ്മ വൈകിയത് എന്താന്നോ? കോളുണ്ടായിരുന്നു കുട്ടാ. ആരാധകര് ചോദിക്കണു ബുംബുരു എന്ത് കഴിച്ചു വൈകിട്ട്? ബുംബുരു എന്ത് കഴിച്ചു വൈകിട്ട്? ബുംബുറു ഇപ്പൊ കുറുക്ക് കഴിക്കും. അപ്പോൾ മൈ ടിപ്പിക്കൽ സാധാരണ ഈവനിങ് എന്തായാലും ബുംബുടുവിനെ കൊണ്ടൊരു വാക്ക് ഉണ്ടാവും. പ്രഭു ഉണ്ടെങ്കിൽ ഞങ്ങളിടയ്ക്ക് ഷട്ടിൽ കളിക്കും. പിന്നെ എന്താ, പിന്നെയും റെഡിയായി ബാക്കി പണികൾ, കാര്യങ്ങൾ, വർക്ക് റിലേറ്റഡ് ഐറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പഠിക്കാനുണ്ട്. സോ ദിസ് ഇസ് ഹൗ മൈ ഈവനിങ് ഗോസ്. ഹായ് ഹായ്. ക്ലാപ്പ് ചെയ്തേ, തൂട്ട്നസ് ഇടാനല്ല. ക്ലാപ്പ് ചെയ്. കമോൺ ബുംബുടു. കൈ കൊട്ടിക്കേ. കൊടുത്തേ. ബുംബുറോ ബുംബുറോ സാവറങ്ക് ബുംബുറോ ബുംബുറോ ബുംബുറോ. അങ്ങനെ അതാണ് ഞങ്ങളുടെ നാഷണൽ ഡാൻസ്, ബുംബുടു ഡാൻസ്. സാവറങ്ക് ബുംബുറോ 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 സാവറങ്ക് ബുംബുറോ. ഞാൻ ബുംബുറിന് കുറുക്ക് വന്ന്, കുറുക്ക് പാപ്പ. ഹായ് ഗായ്സ്, ഞങ്ങൾ കുറുക്ക് കഴിച്ചു കഴിഞ്ഞു. ഇനി ബുംബുറിൻ്റെ ടബിലിട്ടൊരു കാക്കക്കുളിയും ഉണ്ട്. എണ്ണയും കഴുകിയെടുക്കണം. ടാറ്റയാണ് ഗൈസ്. ടാറ്റാ. ഹായ്. അയ്യോ, ഹായ് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരുടെയും കുളി കഴിഞ്ഞു. എനിക്ക് ഈ കളറുകളൊക്കെ ഹോബി ആയിട്ടുണ്ട് ഗൈസ്.
ബൈ. ഓക്കെ ബൈ. ശരി ശരി ശരി